ഉന്നതന്റെ അഭിഷേകം, സർവശക്തന്റെ പുത്രൻ അഭിഷേകം. ഉന്നതന്റെ അഭിഷേകം, സർവശക്തന്റെ പുത്രൻ അഭിഷേകം. യേശുനാമത്തിൽ യേശു രക്തത്താൽ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറയാം ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ നമ്മൾ ദാഹത്തോടെ കടന്നു വന്നിരിക്കുകയാണ്. ഒരു നിമിഷം കൂടി നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പ്രിയപ്പെട്ട പട്ടത്തച്ഛനോട് ചേർന്ന് ഈ ആലയം വലിയ മഹത്വത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ആലയമാണ്. കർത്താവിൻ്റെ മഹത്വം ഇവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രിയപ്പെട്ട അഭിഷേകത്തിനോട് ചേർന്ന് ഈ ആലയത്തിൽ ഇന്ന് വെളിപ്പെടുന്ന സകല കൃപാവരങ്ങളും അഭിഷേകവും നമ്മുടെ ജീവിതങ്ങളിൽ ചൂഴ്ന്നിറങ്ങുവാൻ പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധാത്മാക്കളോടും ചേർന്ന് നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സകല അഭിഷേകത്തിനോട് ചേർന്ന് കർത്താവെ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മഹത്വം ഇറങ്ങി വരട്ടെ, മഹത്വം ഇറങ്ങി വരട്ടെ. അപ്പോസ്തല പ്രവർത്തനം 2:4 അഭിഷേകം സകല മക്കളുമേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അർപ്പിക്കപ്പെട്ട സകല വിശുദ്ധ കുർബാനയുടെ അനന്തശക്തിയാൽ ജെറുസലേം നാഥയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. അത്ഭുതകരമായ അഭിഷേകവും വിടുതലും ശക്തിയും കൃപയും സൗഖ്യവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഒരു പുതിയൊരു അഭിഷേകം, ഒരു പുതിയ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. പുതിയ വാതിലുകൾ ഞങ്ങൾക്ക് തുറക്കണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കട്ടെ. കൺവെൻഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അഭിഷേകം ഒഴുക്കണമേ. ഈ വർഷം കർത്താവിന്റെ മഹത്വം ജെറുസലേമിൽ നിറഞ്ഞു നിൽക്കട്ടെ. പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശാന്തമായിരിക്കാം. സകല വിശുദ്ധാത്മാക്കളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. വിശുദ്ധ ചാവറ പിതാവിന്റെ പ്രത്യേക സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് 1981 ജൂൺ 24 യൂറോപ്പിലുള്ള ബോസ്നിയ എന്ന സ്ഥലത്ത് അവിടെ മെഡ്ജുഗുറിയൻ കുന്നുകളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ 5 കുട്ടികൾക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ ഒരു കുട്ടിയുടെ പേരാണ് മിരിയാന. മിരിയാന എഴുതിയൊരു പുസ്തകം ഞാൻ വായിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പേര് പ്രകാരമാണ് എൻ്റെ ഹൃദയം വിജയം നേടും. അവിടെ ഒരു സംഭവം ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്. 2010 ഈ കോവിഡിന് തൊട്ട് മുൻപ് വരെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം അവിടെ ഉണ്ടായിരുന്നു. അവിടെ എഴുതി വെച്ച ഇപ്രകാരമാണ്: ഇറ്റലിയിൽ നിന്ന് ഒരു 6 പേർ മെഡ്ജുഗുറിയൻ സന്ദർശിക്കാൻ വരികയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം അപ്പോൾ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 35:1 മരുഭൂമി പുഷ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ആലയത്തിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന മെഡ്ജുഗുറിയിലും കർത്താവ് വർഷങ്ങളായി തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയ ജെറുസലേം കൂടാരങ്ങളിലും ജെറുസലേം ഈ ധ്യാന സെന്ററിലും നമ്മൾ കാലുകുത്തുമ്പോൾ തന്നെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതങ്ങളിൽ മരുഭൂമി അവസ്ഥയുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ആ ജീവിതങ്ങൾ പുഷ്പിക്കും, അത് അഭിവൃദ്ധി പ്രാപിക്കാൻ തുടങ്ങും. ആ ജീവിതം യഥാർത്ഥത്തിൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. 6 വ്യക്തികളിൽ ഒരു വ്യക്തി നിരീശ്വരവാദിയാണ്, ഇറ്റലിക്കാരനാണ്. പക്ഷെ 5 പേരും വളരെ നല്ല ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ ഒറ്റ വ്യക്തി മിരിയാന ആ വ്യക്തിയെ കണ്ടു. മിരിയാനയുടെ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ ഈ വ്യക്തി മിരിയാന സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഇവിടെ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്നതല്ല, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും വന്നതാണ്, എനിക്ക് ദൈവത്തെ ഒന്നും ആവശ്യമില്ല. മിരിയാന സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ആൾ ഒഴിഞ്ഞു മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തിയും കടുത്ത നിരീശ്വരവാദിയും സഭയെ അംഗീകരിക്കാത്ത ആ വ്യക്തിയും മെഡ്ജുഗുറിയൻ കുന്നുകളിലേക്ക് കയറി. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രിയിൽ ആ വ്യക്തി എവിടെയായിരുന്നു? പിറ്റേ ദിവസം ഇറങ്ങി വന്ന് ഈ അപ്പാർട്ട്മെന്റിൽ ഇരുന്ന് പൊട്ടി കരയാണ്. ആ വ്യക്തി മിരിയാനെ കണ്ടപ്പോൾ പറഞ്ഞു, മോളെ, എനിക്ക് നന്മ നിറഞ്ഞ മറിയം എന്ന ജപം ഒന്ന് എഴുതി തരുമോ? മിരിയാനെ പറഞ്ഞു, തീർച്ചയായിട്ടും. അങ്ങനെ എഴുതി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി വീണ്ടും പറയുകയാണ്, എൻ്റെ 60 വയസ്സായിട്ടുണ്ട് ആ വ്യക്തിക്ക്, എൻ്റെ 60 വർഷം നഷ്ടപ്പെട്ടു പോയി. മിരിയാന ആ വ്യക്തിയുടെ സ്റ്റോളിൽ തട്ടി ഇപ്രകാരം പറഞ്ഞു, ബ്രദർ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല.
താങ്കൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ നവജീവന്റെ അനുഭവം, അഭിഷേകം ലഭിക്കാത്ത കോടിക്കണക്കിന് വ്യക്തികൾ ഇന്ന് ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. കർത്താവ് തന്റെ സാന്നിധ്യം വചനത്തിലൂടെ, വിശുകുർബാനയിലൂടെ, ഓരോ ശുശ്രൂഷകളോട് വെളിപ്പെടുത്തുമ്പോൾ അത് സ്വീകരിക്കാതെ മരുഭൂമി അവസ്ഥയിൽ കഴിയുന്ന അനേകമായിരങ്ങൾ ഇന്നും ലോകത്തിലുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവർ, ഇന്ന് ജെറുസലേം കൂടാരത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ട ജനത്തിന് മേൽ കർത്താവ് തന്റെ അഭിഷേകത്തിന്റെ സമൃദ്ധി അയക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ആ വ്യക്തി അന്ന് ജപമാല പഠിച്ചു. അതിനുശേഷം കുന്നിൻ മുകളിലേക്ക് കയറിപ്പോയി. അവിടെ അന്ന് രാത്രി മുഴുവൻ ആ വ്യക്തി അവിടെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ആ വ്യക്തി പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം അനുഭവിക്കാത്ത ആനന്ദവും ദൈവ സാന്നിധ്യം അനുഭവിച്ചു. ആ വ്യക്തി 60-ാമത്തെ വയസ്സിൽ ആ വ്യക്തിയുടെ ജീവിതം രണ്ടാക്കി കർത്താവ് മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലകൾ എങ്ങനെയാണെന്ന് ചിന്തിച്ച് നമ്മൾ വിഷമിക്കരുത്. ഇന്ന് കർത്താവ് അയക്കുന്ന അഭിഷേകവും സാന്നിധ്യവും നമ്മൾ സ്വീകരിക്കുവാനുള്ള ഹൃദയത്തോർവിയുണ്ടെങ്കിൽ, നമ്മൾ എത്രമാത്രം വീണ വ്യക്തികളാണെങ്കിലും ഇന്ന് കർത്താവ് നമ്മെ കരം പിടിച്ച്, യെശയ്യാ 66:12 വചനം പറയുന്നു, ഐശ്വര്യം നദി പോലെ ഞാൻ നിന്നിലേക്ക് ഒഴുക്കും. നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഒരു ഐശ്വര്യവും അഭിഷേകം അയക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വീകരിക്കുവാൻ ഹൃദയത്തുറവിയുണ്ടോ? അവരുടെ ജീവിതങ്ങളെ കർത്താവ് നാളെയല്ല ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മൾ ഒരു അഭിഷിക്ത കൂട്ടായ്മയിലാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വലതുകാര്യം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അമ്മയോട് യാചിക്കാൻ നമുക്ക്. പ്രിയപ്പെട്ടവരെ, യേശുവിന് ജീവിക്കുന്ന വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയാൽ വചനം പരിശുദ്ധമ്മ സ്വീകരിച്ചു. നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിന്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനൊരു അഗ്നി വചനമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാൻ ശബ്ദമുയർത്തി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ജെറമ്യ 23:29 വചനം പറയുന്നു, കർത്താവിന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പാഞ്ഞു വരുന്നു. അത് അഗ്നിയാണ്. അതാരെല്ലാം പാപിയാകട്ടെ, തകർന്ന വ്യക്തികളാകട്ടെ, ദൈവത്തിന്റെ വചനം ഹൃദയത്തിലേക്ക് തീ പോലെ സ്വീകരിക്കുന്ന വ്യക്തി ഇന്ന് പഴയതുപോലെ ഇവിടുന്ന് പോകുകയില്ല. ആ വ്യക്തി യേശുവിനെ കൊണ്ട് പോകൂ, അവൻ വെറുതെ പോകുകയില്ല. യോഹന്നാൻ 6:10 കർത്താവ് അത്ഭുതകരമായി തന്റെ പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. ജനം കർത്താവിന്റെ വചനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. യേശു പറഞ്ഞു, ഇവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. 6:10 വചനം പറയുന്നു, ജനങ്ങളെ ഭക്ഷണം കൊടുക്കാൻ ഇരുത്തുവിൻ. എന്താണ് അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ദേശത്തുള്ള ജനലക്ഷങ്ങളിൽ നിന്ന് നമ്മെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ, യോഹന്നാൻ 6:37 എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഫെബ്രുവരി 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നീ എന്തുമാത്രം തകർന്നവളാണോ, തകർന്നവനാണോ, യേശു പറയുന്നു, ഞാൻ നിന്നെ ഇന്ന് പേര് ചൊല്ലി വിളിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് ഈ ജെറുസലേം ദേവാലയത്തിലേക്ക്, ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ സമ്പന്നനാക്കി തിരിച്ചു വരൂ. ആത്മീയമായും ഭൗതികമായും കർത്താവ് നമ്മെ സമ്പന്നനാക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ വിളിച്ചേൻ, യേശുവേ. അഭിഷേകം കൊടുക്കട്ടെ, യേശുവേ. ശക്തി ഇറങ്ങട്ടെ, അഭിഷേകം വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അഭിഷേകം ഇവിടെ അയക്കുന്നുണ്ട്. കാരണം ദാഹിക്കുന്ന യേശുവിനോടുള്ള സ്നേഹത്താൽ കത്തി ജ്വലിക്കുന്ന ആത്മാക്കൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ വൈദ്യ സി ജോച്ചൻ ഇവിടെയുണ്ട്, ജോച്ചനുണ്ട്, കാനഡച്ചനുണ്ട്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സന്തോഷ് പള്ളിക്കുന്നുമ്പോൾ തന്നെ സ്നേഹത്തിൽ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശക്തമായ അഭിഷിക്ത കൂട്ടായ്മയിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം ദാഹത്തോടെ സ്വീകരിക്കുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യും. എന്താണ് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവം?
പക്ഷെ ഫൗസ്റ്റീന പറയുന്ന ഒരു കാര്യമുണ്ട്. ഫൗസ്റ്റീന ഒരു ദർശനം കാണുകയാണ്. ഒരു വലിയ പർവ്വതത്തിൽ നിന്ന് ഒരു നീരുറവ പൊട്ടി പുറപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞു, ഇതെന്റെ അഭിഷേകമാണ്. അത് ഒഴുകിയിറങ്ങി ഏറ്റവും താഴ്വാരങ്ങളിലേക്കാണ് ഒഴുകി പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ആരിലാണ് മാംസം ധരിക്കുന്നത്? മറിയത്തിൽ ദൈവത്തിന്റെ വചനം മാംസം ധരിച്ചു. എന്തുകൊണ്ട്? ലൂക്ക 1:52 മറിയം പറഞ്ഞു, എളിയവരെ കർത്താവ് ഉയർത്തി. ആരെല്ലാം താഴ്മയുള്ളവരാണോ, ദൈവത്തിന്റെ വചനം കേൾക്കാൻ താഴ്മയും ആഗ്രഹവും ദാഹമുള്ള വ്യക്തികളിലേക്ക് ദൈവത്തിന്റെ വചനം മാംസം ധരിക്കും. അത് അഹ്റോന്റെ വടി, സംഖ്യ 17:8. അഹ്റോന്റെ വടി പൂത്ത് തളിർത്ത് മുട്ടിട്ട് ബദാം പഴങ്ങൾ കാച്ചു നിന്നതുപോലെ അവരുടെ ജീവിതങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ പറഞ്ഞാൽ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ താഴ്വാരങ്ങളിലേക്കാണ് ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങാൻ പോകുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ കൺവെൻഷന് വേണ്ടി ഒരുങ്ങുകയാണ്. കർത്താവിന്റെ ശക്തരായ ശ്രേഷ്ഠരായ അഭിഷിക്തർ ഇവിടേക്ക് വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ എപ്രകാരമായിരിക്കണം? നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക തൈലം നമ്മളിലേക്ക് ഒഴുകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ താഴ്മയുള്ളവരായിരിക്കുക. ദൈവത്തിന്റെ വചനം താഴ്മയുള്ളവരിലേക്ക്, ആഗ്രഹിക്കുന്നവരിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. കാരണം കർത്താവിന്റെ വചനം അഗ്നി പോലെയാണ്. ഫെബ്രുവരി 4:12 വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം സജീവമാണ്, അത് ഊർജ്ജസ്വലമാണ്, അത് 20 തല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, അത് സന്ധിബന്ധങ്ങളിലേക്ക്, മജ്ജകളിലേക്ക്, മാംസത്തിലേക്ക് ഇറങ്ങി വരും. നമ്മൾ കഴിക്കുന്ന മരുന്നിന് നമ്മുടെ ശരീരത്തെ തൊടാൻ പറ്റുള്ളൂ. എന്നാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ആത്മാവിനെ സ്പർശിച്ച് വർഷങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന മാനസിക, ശാരീരിക തലമുറകളായി കടന്നു വന്നവരുടെ ശാപബന്ധനങ്ങളെ തകർത്ത് നമ്മളെ യഥാർത്ഥ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ അനുവദിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങളിൽ ശക്തിയോട് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തന്റെ വചനം അയക്കുമ്പോൾ ദാഹമുള്ളവരായിരിക്കുക. ഞാനൊരു അനുഭവം ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അന്ന് സന്തോഷ് കരിമത്തിൽ ബ്രദറിന്റെ കൂടെ ഫുൾ ടൈമറാണ്. ഒരു കോട്ടയത്ത് ഒരു ധ്യാനം നടക്കുകയാണ്, താമസിച്ചുള്ള ധ്യാനമാണ്. ധ്യാനത്തിൽ ഞങ്ങൾ അവിടെ രജിസ്ട്രേഷൻ ഞങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് അനേകർ വരുന്നുണ്ട്. ഈ സമയത്ത് അവിടെ സീറ്റുകളെല്ലാം കഴിഞ്ഞു, റൂമുകളെല്ലാം ഫില്ലായി, ഡോർമെറ്ററി ഫില്ലായി. ഈ സമയത്ത് നിലമ്പൂരിൽ നിന്ന് ഒരു വ്യക്തി ഓടി വരികയാണ്. പേര് ജോസഫ് എന്നാണ്. ആ വ്യക്തി വരുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, കാലിൽ വലിയ ഒരു ബാൻഡേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ബ്രദർ സീറ്റെല്ലാം കഴിഞ്ഞു. ആൾ പറഞ്ഞു, ദൈവത്തിന്റെ വചനം കേൾക്കാനാണ് വന്നിട്ടുള്ളത്, ഞാൻ വചനം കേട്ടിട്ട് പോകൂ, എനിക്ക് ഈ വരാന്തയിൽ കിടന്നാലും കുഴപ്പമില്ല. ദൈവത്തിന്റെ അഗ്നി ആ വ്യക്തിയെ ഞാൻ കണ്ടു. ആ വ്യക്തിക്ക് സീറ്റ് കൊടുത്തു. ആ വ്യക്തി ഏറ്റവും ഫ്രണ്ടിൽ പോയി സീറ്റ് പിടിച്ചു. അങ്ങനെ ഞാൻ അവിടെ പിന്നിലിരുന്ന് നോക്കിയാണ്. കർത്താവിന്റെ ദാസൻ സന്തോഷ് ബ്രദർ ദൈവത്തിന്റെ വചനം അവിടെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തി, മറ്റുള്ളവരൊക്കെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ചില വ്യക്തികളെല്ലാം. പക്ഷെ ഈ വ്യക്തിയുടെ കണ്ണുകൾ അൾത്താരയിലാണ്, വചനത്തിലാണ്. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം, പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ വചനം യേശു ക്രിസ്തു തന്നെയാണ്. നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വചനം നമ്മെ വിടുവിക്കുവാൻ, നമ്മെ രക്ഷപ്പെടുത്തുവാൻ ശക്തിയുള്ള യേശു തന്നെയാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആർപ്പോടെ കരങ്ങളുയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ടവർ, ആരിലാണ് കർത്താവിന്റെ വചനം പ്രവർത്തിക്കുന്നത്? ആ വ്യക്തി ഒരു മനോഭാവമുണ്ട്, യേശു ക്രിസ്തുവിൽ എനിക്കൊരു പുതുജീവൻ വേണം. പഴയതുപോലെയല്ല, എൻ്റെ ആവശ്യം നടക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത്, എനിക്ക് യേശു ക്രിസ്തുവിനെ വേണം, എനിക്ക് ദൈവത്തിന്റെ ആത്മാവിനെ നിറയണം. ഇന്ന് ജെറുസലേം കൂടാരത്തിൽ എനിക്ക് യേശു ക്രിസ്തുവിനെ വേണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവർ മാത്രം സ്വർഗത്തിലേക്ക് കരമുയർത്തി ശക്തിയോട് വിളിച്ചേൻ, യേശുവേ, യേശുവേ. പോലെ ശക്തിയോടെ യേശുവേ, യേശുവേ, എനിക്ക് അങ്ങേ വേണം യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെട്ട് ശക്തമായി കരമുയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ. ഇപ്പോൾ ഈ ആലയത്തിൽ ദൈവശക്തി പ്രവർത്തിക്കുന്നു, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, അത്ഭുത അഭിഷേകം വെളിപ്പെടുന്നു. Mighty power of the Holy Spirit, mighty power of the Holy Spirit, mighty power of the Holy Spirit. ഉത്താന ശക്തി വ്യാപരിക്കട്ടെ. Lord, anointing, 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 anointing. Fire, fire, fire of the anointing, fire of the anointing. ഒരു അഗ്നി അനേക വ്യക്തികളിൽ വീഴുന്ന കാണിക്കുന്നു പ്രിയപ്പെട്ടവരെ.
ഈ വ്യക്തി എന്താണ് സംഭവിച്ചതെന്ന് പറയും, ഈ വ്യക്തി ഇങ്ങനെ ചാടിപ്പിടിക്കും വചനത്തിന് വേണ്ടി ആർത്തിയോടെ ഇരിക്കുകയാണ്, ആർത്തിയോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ആരെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടു? വചനത്തിന് വേണ്ടി ആർത്തിയുള്ളവൻ യേശുവിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അവൻ മറ്റൊന്നിനു വേണ്ടിയല്ല. അവന് വേണ്ടി കർത്താവ് സമൃദ്ധി കൊടുക്കും. യോഹന്നാൻ 10:10 വചനം എന്താണ് വചനം പറയുന്നത്? യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് സമൃദ്ധി ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ആരെല്ലാം യേശു ക്രിസ്തുവിൽ പുതുജീവൻ പ്രാപിക്കുവാൻ ദാഹിക്കുന്നുണ്ടോ, ഒരു സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവൻ ഇന്നലെ വരെ എങ്ങനെയാണെന്ന് യേശു നോക്കുന്നില്ല. ഇന്ന് എങ്ങനെയാണ് അവൻ ദാഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? ആ വ്യക്തിയിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശു മതിയായ ദൈവമാണ്. ഈ ജോസഫേട്ട എന്താണ് പ്രശ്നം എന്നറിയോ? ആൾക്ക് കടുത്ത ഷുഗർ പേഷ്യൻ്റ് ആണ്. കാലിൽ മുറിവുണ്ടായി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു പോകരുത്, അപകടമാണ്, ചിലപ്പോൾ കാല് മുറിച്ച് കളയേണ്ടി വരും. വീട്ടുകാരെ പറഞ്ഞു ചേട്ടൻ പോകരുത്. ഈ ജോസഫേട്ടൻ പറഞ്ഞു ഞാൻ പോകുന്നത് പ്രസംഗം കേൾക്കാനല്ല, ഞാൻ പോകുന്നത് വചനത്തെ സ്വീകരിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രസംഗമല്ല, ഇത് സ്വർഗത്തിന്റെ ശുശ്രൂഷയാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ വചനം പാഞ്ഞു വന്നു. ആ വ്യക്തി ആർപ്പോടത് ഭക്ഷിച്ചു. ഭക്ഷിക്കുന്നവനാണ് ശക്തി പ്രാപിക്കുന്നത്. എന്ത്? ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ്. ഇവിടെ ആത്മാവിനെ ഭക്ഷിക്കുന്നവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരുടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം പാഞ്ഞു വന്നു, കർത്താവിന്റെ വചനം ഇറങ്ങി വന്നു. ആ വ്യക്തി പറയാണ്, ആ വ്യക്തിക്കുണ്ടായ അനുഭവമാണ്. വചന ശുശ്രൂഷ കഴിഞ്ഞു, ആരാധന കഴിഞ്ഞു. പിറ്റേ ദിവസം കോമൺ ഡോർമെട്രിയാണ്, അവിടെ കോമൺ ബാത്റൂമിൽ പോയി ആ വ്യക്തി തൻ്റെ ബാൻഡേജ് അഴിക്കുകയാണ്. വലിയ മുറിവാണ് കാലിൽ. ആ ബാൻഡേജ് അഴിച്ചപ്പോൾ ആ വ്യക്തി കണ്ടൊരു കാഴ്ച എന്താണെന്നറിയോ? കർത്താവ് തൻ്റെ വചനമയച്ച് ആ അനേകം വർഷങ്ങളായി ഉണങ്ങാത്ത മുറിവിനെ വചനമയച്ച്, സംഗീതം 107:20, കർത്താവ് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. കരങ്ങളുയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. ഇന്ന് ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാഹിക്കുന്നവരെ യേശു ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പോസ്തലർ 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങി വരികയാണ്. അഭിഷേകം മാത്രമല്ല, യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ അവനിലൂടെ, കാൽവരി കുരിശിലൂടെ എന്തെല്ലാം ഉണ്ട്? അവിടെ സൗഖ്യമുണ്ട്, വിശ്വാസമുണ്ട്, അവിടെ വിടുതലുണ്ട്, അഭിഷേകമുണ്ട്, അവിടെ നിത്യജീവനുണ്ട്. അഭിഷേകം പ്രാപിക്കുന്ന സകല വ്യക്തികളിലും ഇതെല്ലാം ആക്റ്റീവാകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ നല്ലൊരു കൈയടി നമ്മുടെ കർത്താവിന് കൊടുത്ത നല്ലൊരു കൈയടി പോരാ, ഇത് കർത്താവിനുള്ള കൈയടിയാണ്. കരം ഉയർത്തിയടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ, 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 ഗ്ലോറി, 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 ഗ്ലോറി ഈശോയേ. ഇവിടെ കൈകൾക്ക് പ്രത്യേകമായി രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി സൗഖ്യം പ്രാപിച്ചു. ആ വ്യക്തി, എല്ലാവരും അവിടെ ഒരു 250 പേര് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വ്യക്തി പോയത് യേശുവിനെ കൂട്ടിക്കൊണ്ടാണ്. ലൂക്കാ 8:40 വാക്യങ്ങൾ അവിടെ വചനം പറയുന്നു, യേശു തിരിച്ചു വന്നപ്പോൾ ജനങ്ങളെല്ലാം അവനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ജനങ്ങളെല്ലാം യേശുവിനെ സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവരും അങ്ങനെയാണ്. പലപ്പോഴും കൺവെൻഷന് പോകുന്നുണ്ട്, വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്, വിശുകുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. പലരും സംഭവിക്കുന്നത് ഈ ജനത്തിനെ പറ്റിയൊരു തെറ്റ് അവിടെയുണ്ട്. എന്നാണ് അവർ യേശുവിനെ കാണുന്നത് ഒരു നല്ല പ്രശസ്തനായ വ്യക്തി. അവർ യേശുവിനെ പ്രതീക്ഷിച്ചു, സ്വാഗതം ചെയ്തു. പക്ഷെ അവിടെ ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു, പൊട്ടി തകർന്നൊരു വ്യക്തി. ആ വ്യക്തിയുടെ പേരാണ് ജയറോസ്. അവൻ സമ്പന്നനായിരുന്നു. എന്നാൽ ആ ലോകത്തിന്റെ സമ്പന്നത അവനെ രക്ഷപ്പെടുത്താൻ ശക്തിയില്ലാത്തതായിരുന്നു. അവന്റെ മകൾ മരണത്തിന്റെ വക്കീലാണ്. ഈ സമയത്താണ് ജയറോസ് വന്ന്, അവനൊന്നും നോക്കിയില്ല. എല്ലാവരും യേശുവിനെ സ്വാഗതം ചെയ്തു, പ്രതീക്ഷിച്ചു. എന്നാൽ ജയറോസ് വ്യക്തിപരമായി യേശുവിനെ ആഗ്രഹിച്ചു. അവൻ പറഞ്ഞു, ഇങ്ങനെ ഹൃദയത്തിൽ അവൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? യേശുവേ, നിന്നെ കൊണ്ടല്ലാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുകയില്ല. ഇപ്രകാരം നിയോഗമായി ഇവിടെ വന്നിട്ടുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി ശക്തിയോടെ വിളിച്ചേനെ, യേശുവേ, ശക്തിയോടെ യേശുവേ, നിന്നെ കൊണ്ടല്ലാതെ ഞാൻ പോകുകയില്ല. എനിക്കിവിടെ മറ്റൊന്നും വേണ്ട. അങ്ങനെ ദാഹിക്കുന്നുണ്ടോ? തീ പിടിച്ച ആത്മാവാണോ? സഹോദര സഹോദരി, നിന്റെ കൂടെ യേശു വരും. അവിടെ 10,000 ഉണ്ട്.
അവരെ കൂടെ യേശു പോയില്ലല്ലോ. ജയറോസിന് കുറവുകളുണ്ടോ? കുറവുകളുണ്ടെന്നേ. അവൻ സമ്പന്നനാണ്, അവൻ കുറവുകളുണ്ട്, പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു നുറുക്കമുണ്ട്. സംഖ്യ 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകി അവിടെ നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ്, കർത്താവേ എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്റെ വചനം മതി, എൻ്റെ ഹൃദയത്തിൽ ഒരു അഗ്നി നീ അയക്കണം, എനിക്ക് ഇന്നലെ വരെ ആയ പോരാ, എനിക്ക് ഇന്ന് നീ എന്നിൽ സമ്പൂർണമായി വെളിപ്പെടണം. ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. യേശു നമ്മിൽ അത്ഭുതങ്ങളുടെ ഘോഷം ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന കരങ്ങൾ ഈ ദേശത്തോടെ പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ചെയ്യാൻ പോവുകയാണ്. കർത്താവ് അത് പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ജയറോസ് കർത്താവിന്റെ പൊന്നുമകനായി എപ്പോൾ അവൻ താഴ്മയോടെ യേശുവിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിച്ചു. അവൻ ആരെയും നോക്കിയില്ല, ലജ്ജയില്ല, അവന് മടിയില്ല. ദൈവത്തെ ആരാധിക്കുന്നതിൽ അവൻ ആരെയും അവന് ആ ഒരു പ്രതിബന്ധവും ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, 10,000 മുമ്പിൽ വെച്ച് അവൻ യേശുവിൻ്റെ അടുത്ത് കടന്നു വന്ന് യേശുവിനെ കുമ്പിട്ട് ആരാധിച്ച് കണ്ണുനീരോടെ പറഞ്ഞു, യേശുവേ, നീ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന് എൻ്റെ മകളെ കരം വെച്ച് സൗഖ്യമാക്കി ജീവനിലേക്ക് നയിക്കണം. അവൻ പറഞ്ഞു, അതേപോലെ അനുസരിച്ചു. മാർക്കോസ് 5:24 അവിടെ 10,000 നിൽക്കുമ്പോൾ ഇത് ധനാഢ്യനായ കുറവുകളുള്ള ജയറോസിന്റെ കരം പിടിച്ച് യേശു അവന്റെ വീട്ടിലേക്ക് പോയ ആ നല്ല ദൈവത്തിന് ഒരു തീപ്പൊരി കൈയടി കൊടുത്ത നല്ലൊരു കൈയടി. പോരെ, ശക്തിയോടെ യേശു നിന്റെ ഭവനത്തിൽ വരുന്നത് കാണുക. കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിച്ചേൻ, യേശുവേ, എന്റെ ഭവനത്തിലേക്ക് വരണമേ എന്ന് ആഗ്രഹിച്ച് വിളിച്ചേൻ, യേശുവേ. ഓ മൈറ്റി ലോർഡ്, ഗ്ലോറി. ഇന്ന് അനേകര ഭവനത്തിന്റെ ഗേറ്റുകൾ യേശു തുറക്കുകയാണ്. ഇപ്പോൾ അനേകര ഹൃദയങ്ങൾ യേശു തുറക്കുകയാണ്. പൊട്ടിത്തകർന്ന ജീവിതങ്ങളോട് വന്നിട്ടുണ്ട്. സഹോദരി, നിന്റെ ഹൃദയത്തിന്റെ കവാടങ്ങൾ യേശു ഇത് തുറക്കുകയാണ് നിന്റെ അനുവാദത്തോടെ. വെളിപാട് 3:19-20 കർത്താവ് നിന്റെ ഹൃദയങ്ങൾ തുറക്കുന്നു. നിന്റെ പെർമിഷനോടുകൂടിയാണ് ചെയ്യുന്നത്. ജയറോസ് തന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ, തന്റെ ഭവനത്തിന്റെ വാതിലുകൾ, തന്റെ ജീവിതത്തിന്റെ എല്ലാ അണ്ടർഗ്രൗണ്ടുകളും, തന്റെ ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളും, സാമ്പത്തിക മണ്ഡലങ്ങൾ, തന്റെ കുടുംബജീവിതം, മക്കളുടെ ജീവിതം, സകലതും ഇന്ന് കടന്നു വന്നിട്ടുള്ള കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളും യേശു ക്രിസ്തുവിന് വേണ്ടി തുറക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ പൊന്നുമക്കളെ രൂപാന്തരപ്പെടുന്നത്. നമ്മളുടെ ഒന്നും കർത്താവിന് വേണ്ടി തുറക്കാതെ ഇരിക്കരുത്. പിശാചിന് നമ്മൾ അവസരം കൊടുക്കരുത്. യേശു ക്രിസ്തുവിന് കടന്നു വരുവാൻ അവസരം കൊടുക്കുക. അവൻ അവിടെ ജീവന്റെ സമൃദ്ധി ചൊരിയുക തന്നെ ചെയ്യും. കരങ്ങളുടെ ശക്തിയോടെ പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയറോസിന്റെ വീട്ടിൽ പോയി. ജയറോസിന്റെ വീട്ടിൽ പോയി. പ്രിയപ്പെട്ടവരെ, മരിച്ചു അവന്റെ കുഞ്ഞ്. പക്ഷെ യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, കടന്നു വന്ന് തലീത്താകും യേശു ഇതാ 12 വയസ്സുകാരിയുടെ കരം പിടിച്ചു എഴുന്നേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭവനങ്ങളിലേക്ക് യേശു പോയിട്ടുണ്ട്. ആരെല്ലാം നമ്മുടെ ഭവനം തളർന്നിരിക്കുന്നുണ്ടോ, ആത്മീയമായി, ശാരീരികമായി, നമ്മുടെ പ്രതിസന്ധി എവിടെയാണോ അവിടേക്ക് യേശു പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ശക്തിയോടെ വിളിച്ചേൻ, യേശുവേ, അഭിഷേകത്തോടെ യേശുവേ, നിന്റെ ഭവനത്തിലേക്ക് പോയിട്ടുണ്ട്. യേശു നിന്റെ ഭവനത്തിലേക്ക് പോയിട്ട് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, യേശു നിന്റെ ഭവനത്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സിക്കമൂർ മരത്തിൽ സഖ്യബൂസ് കയറി. ഇത് ഒരു സിക്കമൂർ മരമാണ്. ഈ ജെറുസലം ആലയം 10,000 ജനലക്ഷങ്ങൾക്ക് യേശുവിനെ രക്ഷപ്രദാനം ചെയ്യുന്ന ഈ ആലയത്തെ ഓർത്ത് ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ കാണുവാൻ സഖ്യബൂസ് കയറിയ സിക്കമൂർ മരം പോലെ യേശുവിനെ കണ്ടുമുട്ടുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിയ ആലയമാണ് ജെറുസലം വചന കൂടാരം. അതിനെ ഓർത്ത് ശക്തിയോട് കരങ്ങളുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ.